ആഗോള സാങ്കേതിക വിദ്യാരംഗത്ത് പുതിയൊരു ചരിത്രം കുറിച്ച് ഇന്ത്യ സെമികണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിൽ വൻ മുന്നേറ്റം കൈവരിച്ചിരിക്കുന്നു. ഗുജറാത്തിലെ സാനന്ദിലുള്ള CG സെമി പ്ലാന്റിൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള ചിപ്പ് ഉൽപാദനം ഔദ്യോഗികമായി ആരംഭിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചു. ഈ വർഷം ഉൽപാദനം ആരംഭിക്കുന്ന രാജ്യത്തെ മൂന്നാമത്തെ സെമികണ്ടക്ടർ പ്ലാന്റാണിത്. കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ 12 സെമികണ്ടക്ടർ പ്രോജക്റ്റുകളിൽ 3 ഇപ്പോൾ ഉൽപാദനം ആരംഭിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ 2 പ്ലാന്റുകൾ കൂടി പ്രവർത്തനം തുടങ്ങും. ഇതോടെ 2026 അവസാനത്തോടെ ഇന്ത്യയിൽ ആകെ 5 സെമികണ്ടക്ടർ പ്ലാന്റുകൾ പൂർണ്ണ സജ്ജമാകും. ധോലേരയിൽ ഒരുങ്ങുന്ന ഇന്ത്യയിലെ ആദ്യത്തെ വൻകിട സെമികണ്ടക്ടർ ഫാബ് നിർമ്മാണം അതിവേഗം പുരോഗമിക്കുകയാണ്. ഈ സാങ്കേതിക നേട്ടം കേവലം വ്യവസായ വളർച്ച മാത്രമല്ല, രാജ്യത്തെ സ്ത്രീ ശാക്തീകരണത്തിന്റെ വലിയൊരു പ്രതീകം കൂടിയാണ്. കേരളം, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ്, ബീഹാർ, ജമ്മു കാശ്മീർ, ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള നിരവധിയായ യുവതികൾക്കാണ് ഈ പ്ലാന്റിൽ ഓപ്പറേറ്റർമാരായി ജോലി ലഭിച്ചിരിക്കുന്നത്. ഇതിനായി ഇവർക്ക് മലേഷ്യയിൽ പോയി പ്രത്യേക ആധുനിക പരിശീലനം ലഭിച്ചിരുന്നു. ഭാവിയിൽ ഇത്തരം ലോകോത്തര പരിശീലനങ്ങൾ ഇന്ത്യയിൽ തന്നെ ലഭ്യമാക്കുമെന്നും കേന്ദ്രമന്ത്രി അറിയിച്ചു. 2024 മാർച്ചിൽ തറക്കല്ലിട്ട ഈ പ്ലാന്റ് വെറും 27 മാസം കൊണ്ടാണ് നിർമ്മാണം പൂർത്തിയാക്കി ഉൽപാദനം ആരംഭിച്ചത്. ജപ്പാനിലെ പ്രമുഖ കമ്പനിയായ റെനസാസ് ഇലക്ട്രോണിക്സുമായി സഹകരിച്ച് 7600 കോടിയിലധികം രൂപ നിക്ഷേപത്തിലാണ് ഈ പ്ലാന്റ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിർമ്മിക്കുന്ന ചിപ്പുകൾ ഇന്ത്യയിലെ കാറുകൾ, സ്കൂട്ടറുകൾ, മറ്റ് വ്യവസായ ഉപകരണങ്ങൾ എന്നിവയിൽ ഉപയോഗിക്കുന്നതിനൊപ്പം ജപ്പാൻ, USA, യൂറോപ്പ് തുടങ്ങിയ വിദേശ രാജ്യങ്ങളിലേക്ക് വൻതോതിൽ കയറ്റുമതിയും ചെയ്യും. ഇന്ത്യയിലെ ഇലക്ട്രോണിക്സ് നിർമ്മാണ മേഖല നിലവിൽ 13 ലക്ഷം കോടി രൂപയുടെ വൻ വ്യവസായമായി വളർന്നു കഴിഞ്ഞു. ഇത് 25 ലക്ഷത്തിലധികം തൊഴിലവസരങ്ങളാണ് രാജ്യത്ത് സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 4 വർഷത്തിനിടെ ചിപ്പ് ഡിസൈൻ രംഗത്ത് 24 ആഴത്തിലുള്ള സാങ്കേതിക സ്റ്റാർട്ടപ്പുകൾ ഉയർന്നുവന്നു. രാജ്യത്തെ 315 സർവകലാശാലകളിൽ സെമികണ്ടക്ടർ കോഴ്സുകൾ ആരംഭിക്കുകയും 70,000-ലധികം യുവാക്കൾക്ക് ഇതിൽ പ്രത്യേക പരിശീലനം നൽകുകയും ചെയ്തു. ആഗോള ചിപ്പ് വിപണിയിലെ വിതരണ ശൃംഖലയിൽ വിശ്വസ്തരും സ്വയം പര്യാപ്തരുമായ ഒരു വൻ ശക്തിയായി ഇന്ത്യ മാറിക്കഴിഞ്ഞു. സാങ്കേതിക വിദ്യയുടെ ഈ പുതിയ യുഗത്തിൽ ഓരോ ഭാരതീയനും അഭിമാനിക്കാൻ